ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന ക്യാൻസേഴ്സ് ബാക്കി പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് എത്രത്തോളമാണ്? അത് സ്റ്റേജുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന, അതായത് ഈ ഏരിയയിൽ വരുന്ന പല ക്യാൻസേഴ്സും പെട്ടെന്ന് ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് അല്ല. നമുക്കൊരു സമയം തരും എപ്പോഴും. പക്ഷേ മറ്റു പല ക്യാൻസേഴ്സ് അങ്ങനെയല്ല കേട്ടോ. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഒരു പർട്ടിക്കുലർ ഫാഷനിലാണ് പോവുക. ആദ്യം അതിൻ്റെ പർട്ടിക്കുലർ സ്ഥലത്ത് വരും, അവിടെ കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കും, അത് പതുക്കെ പതുക്കെ കുറച്ച് വലുതാവും. അപ്പോൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് അത് പോട്ടെ 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 എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലുതാക്കി അതിന് കൂടുതൽ വിഷമം ഉണ്ടാക്കും. പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേജ്, അതായത് കഴുത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. കഴുത്തിൽ മുഴയായിട്ട് വരും. അതിനെയും നെഗ്ലക്ട് ചെയ്താൽ ആ മുഴകൾ പതുക്കെ പതുക്കെ മുകളിലത്തെ വായിലാണെങ്കിൽ മുകളിലത്തെ ഭാഗത്ത് മുഴ വന്ന് പിന്നെ അത് താഴോട്ട് മൾട്ടിപ്പിൾ മുഴകൾ വന്ന് എന്നിട്ടും ശ്രദ്ധിക്കാതെ എന്നാലേ ലങ്സിലും ലിവറിലും ബോണിലേക്കും പോവുള്ളൂ. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ, ഒരു ചെറിയൊരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരു 5% താഴെയുള്ളവർ മാത്രമേ, പ്രത്യേകിച്ചും തൈറോയ്ഡ് പോലത്തെ ക്യാൻസറിലൊക്കെ ചിലപ്പം വളരെ കുറച്ച് ആൾക്കാർ നേരെ ബോണിലേക്കൊക്കെ സ്പ്രെഡ് വന്നിട്ട് അവർ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവരുണ്ട്. അത് പക്ഷേ വളരെ പെർസെൻറ്റേജ് കുറവാണ്. അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ബാക്കി ഒട്ടുമുക്ക 95% ഈ ഒരു പ്രത്യേക ഫാഷനിൽ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഡിറ്റക്ട് ചെയ്യാനും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനും വളരെ ചാൻസസ് ഉണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഏർലി കണ്ടുപിടിക്കുന്നവർക്ക് നമുക്ക് ഏർലി ചെറിയ ചികിത്സ മതി, കംപ്ലീറ്റ് ക്യൂറും പോസിബിളാണ്.